ഹലോ, വെൽക്കം ബാക്ക് ടു ഹയാസ് കിച്ചൺ. ഇന്ന് നല്ലൊരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നേരെ റെസിപ്പിയിലോട്ട് പോകാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് ബ്രെഡ് മുക്കാനുള്ളൊരു മിക്സാണിത്. ഇനി 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഉൾവശം ഒന്ന് ഇതുപോലെ മുക്കിക്കൊടുക്കുക. എന്നിട്ട് ആ 2 പീസ് ബ്രെഡും കൂടി ഒരുമിച്ച് വെച്ച് വീണ്ടും ആ മുട്ട മിക്സിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം മുട്ട മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ആദ്യം 4 സൈഡൊന്ന് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടാണ് ബാക്കിയുള്ള വശങ്ങൾ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കവർ ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും എത്തണം. ഇനി ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമെന്ന്. ഇപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് തന്നെയായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അത്രയും ഓയിലൊന്നും കുടിക്കില്ല. അപ്പോൾ ഇനി ഈ 4 സൈഡൊന്ന് ആദ്യം ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് ആ സൈഡ് നല്ല രീതിയിൽ അതൊന്ന് സീലായിട്ട് നിൽക്കും. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫസ്റ്റ് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി സാധാരണ പോലെ നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ അധികം കൂട്ടി വെച്ച് കൊടുക്കണ്ട. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ എത്തുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല വേണം. നല്ലൊരു ഫില്ലിങ് വേണം ഇതിലേക്ക്. ഞാനിപ്പോൾ ഷവർമേൻ്റെ ഫില്ലിങ്ങാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫില്ലിങ് വെച്ചിട്ടും ഇത് ചെയ്യാം. അതിനായിട്ട് ഞാൻ ക്യാബേജ് ചെറിയ പൊടിയായി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് അതുപോലെ പൊടിയായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഉപ്പ്, കുരുമുളക്, പിന്നെ ബേസിക് മസാല വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അതും കൂടി ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബേസിക് മസാല എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് തൈരും നല്ലോണം ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇനി മയണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ മയണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അസംബിൾ ചെയ്യാം. ബ്രെഡ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 2ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കോണാക്കിയിട്ടാണ് കട്ട് ചെയ്തതിന്. അപ്പോൾ ഇനി അതിനുള്ളിലേക്ക് നമുക്ക് മയണൈസ് വെച്ച് കൊടുക്കാം. നല്ലപോലെ മയണൈസ് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വെച്ച് കൊടുക്കാം. മയണൈസ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. ഇനി മയണൈസ് വെച്ച് അതിലേക്ക് നമുക്ക് ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുത്താൽ നമ്മളെ സ്നാക്ക് റെഡിയായി. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിനെക്കാട്ടും എത്രയോ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുക. ഒരു നല്ല ജ്യൂസി ആയിട്ട് എന്നാൽ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. നോമ്പിനും നോമ്പല്ലാത്ത ടൈമിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന റെസിപ്പീസ് മിസ്സാവാതെ കാണാൻ പറ്റും. ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബായ്.